കോളേജ് വിദ്യാർത്ഥിനികൾക്ക് മാസത്തിൽ 1000 ഇന്ദിരാ ഗ്യാരണ്ടി കണക്കെടുപ്പ് തുടങ്ങി. കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുമെന്ന ഇന്ദിരാ ഗ്യാരണ്ടി തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നടപ്പാക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കണക്കെടുപ്പ് തുടങ്ങി. സംസ്ഥാനത്തെ സർവകലാശാലകളിലും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമായി എത്ര പെൺകുട്ടികൾ പഠിക്കുന്നുണ്ടെന്നുള്ള ഏകീകൃത വിവരം നിലവിൽ സർക്കാരിന്റെ പക്കലില്ല. അതേസമയം ഏറ്റവും ഒടുവിലത്തെ അഖിലേന്ത്യാ ഉന്നത വിദ്യാഭ്യാസ സർവേയിലെ കണക്ക് നോക്കിയാൽ വർഷത്തിൽ 800 കോടിയിലേറെ ചെലവഴിക്കേണ്ടി വരും. 2023 സർവേ അനുസരിച്ച് കേരളത്തിൽ 59.47% ഉന്നത വിദ്യാഭ്യാസത്തിൽ പെൺകുട്ടികളുടെ പ്രവേശനാനുപാതം. ദേശീയ ശരാശരി 47.8. മൊത്തം 10,99,113 വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിനായി ചേർന്നു. ഈ കണക്കും പ്രവേശനാനുപാതവും വിലയിരുത്തിയാൽ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന പെൺകുട്ടികൾ ശരാശരി 7 ലക്ഷം വരും. അതായത് ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പാക്കാൻ പ്രതിമാസം 70 കോടി വേണ്ടിവരും. അന്തിമ കണക്കെടുപ്പിലെ കൃത്യതുക അറിയുമെങ്കിലും അത് എങ്ങനെ വഹിക്കുമെന്നതിലാണ് സർക്കാരിന് മുന്നിലെ വെല്ലുവിളി. ഈ അധ്യയന വർഷം ഹയർ സെക്കൻഡറി പരീക്ഷയിൽ വിജയിച്ചവരിലും പെൺകുട്ടികളാണ് കൂടുതൽ. പട്ടിക വിഭാഗത്തിലുള്ള ആനുകൂല്യങ്ങൾക്ക് പുറമെ വരുമാനത്തിന്റെയും മറ്റും അടിസ്ഥാനത്തിൽ നിലവിൽ ഒട്ടേറെ സ്കോളർഷിപ്പുകളും ഫെല്ലോഷിപ്പുകളുമൊക്കെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ട്. ഇന്ദിരാ ഗ്യാരണ്ടി വരുമ്പോൾ ഇതെല്ലാം തുടരുമോ എന്ന് വ്യക്തമല്ല. അവ ലഭിക്കുന്നവരെ മാറ്റി നിർത്തി ഇന്ദിരാ ഗ്യാരണ്ടി നൽകണമെങ്കിൽ പുതിയ മാനദണ്ഡം വേണ്ടിവരും.